പ്രവർത്തിച്ച അമലുകൾ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. സൂറത്തുൽ ഹജ്റിൽ അല്ലാഹു പറഞ്ഞു, ഫവറബ്ബിക ലനസ്അലന്നഹും അജ്മഈൻ അമ്മാ കാനൂ യഅമലൂൻ. എൻ്റെ റബ്ബിനെ തന്നെയാണ് സത്യം, നാം അവരോട് ചോദ്യം ചെയ്യുന്നതാണ് അവർ പ്രവർത്തിച്ചുകൊണ്ട്. സൂറത്തു റഹ്മാനിൽ അല്ലാഹു പറഞ്ഞു, ഫയൗമഇദിൻ ലാ യുസ്അലു അൻ ദംബിഹി ഇൻസുൻ വലാ ജാൻ. അന്നേ ദിവസം തൻ്റെ ചെയ്തു പോയ തിന്മകളെക്കുറിച്ച് ലാ യുസ്അൽ, ചോദിക്കപ്പെടുന്നതല്ല. ഇൻസുൻ വലാ ജാൻ, മനുഷ്യനാകട്ടെ ജിന്നാകട്ടെ. എന്നിട്ട് തഫ്സീറിൽ ഇബ്നു അബ്ബാസ് അദ്ദേഹം പറഞ്ഞു, തിന്മ ചെയ്ത ഒരുത്തനോട് നീ ഇങ്ങനെ ഒരു തിന്മ ചെയ്തിട്ടില്ലേ എന്ന് ചോദിക്കുകയില്ല, നീ എന്തിനിത് ചെയ്തു എന്നേ ചോദിക്കും. ചെയ്തിട്ടുണ്ടെന്ന് അവനറിയാം. എന്തിന് ഇത് ചെയ്തിട്ടില്ലേ, ഇത് നീ ചെയ്തതല്ലേ എന്ന് ചോദിക്കില്ല. എന്തിനിത് ചെയ്തു, ഇതായിരിക്കും ചോദ്യം. ലാ ഇലാഹ ഇല്ലല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസൂലു ഖദമാ അബ്ദിൻ ഹത്താ യുസ്അല അൻ അർബ. 4 കാര്യങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നത് വരെ കാൽ മുന്നോട്ട് നീക്കപ്പെടുകയില്ല. കാൽ മുന്നോട്ട് വെക്കാൻ പറ്റും. അൻ ഉംരിഹി ഫീമാ അഫ്നാഹ്, അവൻ്റെ ആയുസ്സിനെ കുറിച്ച്, എന്ത് കാര്യത്തിലാണ് അത് ചെലവഴിച്ചത്. കിട്ടിയ ഇതുവരെയുള്ള ആയുസ്സിനെ കുറിച്ച് ഇപ്പോൾ ചോദിച്ചാൽ നമ്മുടെ ഉത്തരം എന്താണ്? ഇതുവരെ കിട്ടിയ ആയുസ് എന്ത് ചെയ്തു, എന്താണ് അതിൻ്റെ ഉത്തരം? വഅൻ ഇൽമിഹി ഫീമാ അമിൽ, അവൻ്റെ വിജ്ഞാനത്തെക്കുറിച്ച്, അതുകൊണ്ട് എന്ത് പ്രവർത്തിച്ചു. ഇതുവരെ പഠിച്ച വിജ്ഞാനം, അതിനെക്കുറിച്ച് ഇപ്പോൾ ചോദിക്കപ്പെട്ടാൽ എന്താണ് നമ്മുടെ? വഅൻ മാലിഹി മിൻ ഐന ഇക്തസബഹു വഫീമാ അൻഫഖഹ്, അവൻ്റെ സമ്പത്തിനെ കുറിച്ച്, എവിടെ നിന്നാണ് ഇത് സമ്പാദിച്ചത്, എന്തിലാണ് ഇത് ചെലവഴിച്ചത്. ഇതുവരെയുള്ള സമ്പത്തിനെ കുറിച്ച് ചോദിക്കപ്പെട്ടാൽ എന്താണ് ഉത്തരം? ഇതാണ് ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞ, ഹാസിബു അൻഫുസക്കും ഖബ്ല അൻ തുഹാസബു. നിങ്ങൾ അവനവനെ സ്വന്തം വിചാരണ ചെയ്യുക, വിചാരണ ചെയ്യപ്പെടുന്നതിന് മുൻപ്. ഒരു 2 നിമിഷ നേരത്തേക്ക് സ്വന്തം തിരിഞ്ഞു നോക്കിയാൽ അവനവൻ്റെ ആയുസ്സിനെ കുറിച്ച് ചോദിച്ചാൽ 2 നിമിഷ നേരത്തേക്ക് ചിന്തിക്കുമ്പോഴേ നമ്മുടെ ഉത്തരം പലപ്പോഴും നമുക്ക് വ്യക്തമാണ്. അത് പലപ്പോഴും സന്തോഷകരമല്ല. ഷെയ്ഖ് മുഖ്ബിൽ ഇബ്നു ഹാദി അൽ വാദിഇ മുഹദ്ദിസാണ്, അത് വലിയ ആലിം, കിതാബുകൾ ഒക്കെ രചിച്ച ആൾ. അദ്ദേഹത്തിൻ്റെ ഭാര്യയോ മറ്റോ പറഞ്ഞേക്കാം, അദ്ദേഹം കണ്ണാടിക്ക് മുൻപിൽ നിന്ന് തൻ്റെ നരച്ച താടി പിടിച്ചുകൊണ്ട് ചോദിക്കുമായിരുന്നു, ഞാൻ ഇത്ര വയസ്സായി, എന്താണ് നീ ഇസ്ലാമിന് വേണ്ടി ചെയ്തത് എന്ന് അദ്ദേഹം സ്വയം ചോദിക്കുമായിരുന്നാണ്. നമ്മൾ സ്വയം ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ഉത്തരം എന്തായിരിക്കും? അതുപോലെ സഹോദരങ്ങളെ, ചോദ്യം ചെയ്യപ്പെടുന്ന മറ്റൊരു കാര്യം അള്ളാഹു നൽകിയ നിഅമത്തുകളാണ്, അനുഗ്രഹങ്ങളാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതിൻ്റെ കാര്യം എന്താണ്? അള്ളാഹു അതിനെക്കുറിച്ച് സൂറത്ത് ഖുറൈശ് അള്ളാഹു അവതരിപ്പിച്ചുകൊണ്ട് ഖുറൈശികളോട് അള്ളാഹു പറയും, ലീലാഫി ഖുറൈശ് ഈലാഫിഹിം. ഖുറൈശികൾ അള്ളാഹു ഇണക്കിയതിനാൽ, അവർക്ക് അള്ളാഹു വേനലിലെയും തണുപ്പിലെയും യാത്ര എളുപ്പമാക്കിയതിനാൽ. എന്താ അവർക്ക് എളുപ്പമാക്കിയത്? വേനലിൽ ഷാമിലേക്ക്, യമനിലേക്ക് വേനലിൽ അവർക്ക് ഷാമിലേക്ക് യാത്ര ചെയ്യാം. അവരുടെ വഴി അന്ന് പിന്നെ ആനക്കലഹം സംഭവിച്ചു. മക്കാർ അത്ഭുതകരമായ ഒരു കാര്യം മക്കയിൽ സംഭവിച്ചു. സ്വാഭാവികമായിട്ടും മറ്റ് ഗോത്രങ്ങൾക്ക് ഖുറൈശികളെ പേടിയായി. അള്ളാഹു പറയണം, നിങ്ങൾക്ക് ഇത്ര നിർഭയമായി യാത്ര ചെയ്യാൻ സാധിക്കുന്നു, വേനലിൽ നിങ്ങൾക്ക് ഷാമിലേക്ക് പോകാം, ആരെയും പേടിക്കണ്ട. ഏത് മാസങ്ങൾ വഴി ദൂരം ഒട്ടകത്തിന് മുകളിൽ കയറി പലതും പ്രയാസങ്ങളൊക്കെ നേരിട്ട് പോകുന്ന യാത്രയെക്കുറിച്ചാണ് ഈ പറയുന്നത്. തണുപ്പ് കാലത്ത് നിങ്ങൾക്ക് യമനിലേക്ക് പോകാം. ഷാമിൽ പോയാൽ നിങ്ങൾക്ക് വേണ്ട കച്ചവട സാധനങ്ങൾ വാങ്ങിക്കാം, യമനിൽ പോയാൽ നിങ്ങൾക്ക് ധാന്യങ്ങൾ വാങ്ങിക്കാം. അള്ളാഹു സുബ്ഹാനഹു തആല നിഅമത്ത് എടുത്തു പറഞ്ഞ കാര്യമാണത്. മാസങ്ങൾ വഴി ദൂരമുള്ള യാത്രയെക്കുറിച്ച് നമ്മളോട് ഈ കാലഘട്ടത്തിൽ നമുക്ക് നൽകപ്പെട്ട അനുഗ്രഹങ്ങൾ ഒക്കെ. നിങ്ങൾ ഉംറ നോക്കൂ, ഉംറ ഹജ്ജും എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇനി ചിലപ്പോൾ തിരിച്ചൊരു കാഴ്ചയുണ്ടാകില്ല എന്ന പ്രതീക്ഷയിൽ പോയിരുന്ന യാത്രയാണ് ഉംറയും ഹജ്ജൊക്കെ. ഇന്ന് ഇവിടെ നിന്ന് പോയാൽ ഒരു 2 ലിറ്ററിന്റെ വെള്ളം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് കുടിച്ചു തീരുന്നതിന് മുൻപ് നമ്മൾ അവിടെ എത്തി. കുടിച്ചു തീരുന്നത് എന്തായിരിക്കും നിഅമത്തുകളുടെ അവസ്ഥ, ഈ അനുഭവിച്ച അനുഗ്രഹങ്ങൾ നോക്കൂ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ്, സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അബൂ ഹുറൈറ അദ്ദേഹം പറയുന്നു, ഒരു രാവിലെയോ പകലോ രാത്രിയിലോ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി വിശന്നുകൊണ്ട്. എന്നിട്ട് അബൂബക്കറിനെയും ഉമറിനെയും കണ്ടു. അവിടുന്ന് ചോദിച്ചു, മാ അഖ്റജകുമാ മിൻ ബുയൂതികുമാ ഹാദിഹി സ്സാഅ, ഈ സമയത്ത് നിങ്ങൾ എന്തിനാണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയത്? അവർ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സാഹിബുമാർ അവർ പറഞ്ഞു, അൽ ജൂഉ യാ റസൂലല്ലാഹ്, നബി വിശപ്പ് കൊണ്ട് പുറത്തിറങ്ങിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന വല്ലദി നഫ്സി ബിയദിഹി, അള്ളാഹു തന്നെ സത്യം, ലഅഖ്റജനി അല്ലദി അഖ്റജകുമാ, നിങ്ങൾ എന്തിനാണോ പുറത്തിറങ്ങിയത് അത് തന്നെയാണ് ഞാനും പുറത്തിറങ്ങാനുള്ള കാരണം. ഖൂമു, വരൂ എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് ഒരു അൻസാരിയുടെ വീട്ടിലേക്ക് പോയി. ചെന്നപ്പോൾ അൻസാരി വീട്ടിലുണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം വന്നു. ഒരു പാത്രത്തിൽ കുറച്ച് ഈത്തപ്പഴവും കുറച്ച് വെള്ളവും
അവർക്ക് മുന്നിൽ വെച്ചു കൊടുത്തു. ഒരാടിനെ അറക്കാമുണ്ട്. അദ്ദേഹം പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇയ്യാക വൽ ഹലൂബ്, പാല് ചുരത്തുന്ന ആടിനെ അറക്കരുത് എന്ന് പറഞ്ഞു. അയാൾ ആടിനെ അറുത്ത് കൊണ്ടുവന്നു, അവർക്ക് മുന്നിൽ വെച്ചു. അവർ ആ ഭക്ഷണം കഴിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ സത്യം, ലതുസ്അലുന്ന അൻ ഹാദൻ നഈമി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ നിങ്ങൾ ഇതിനെക്കുറിച്ച്, അഖ്റജകും മിൻ ബുയൂതികുമുൽ ജൂഅ്, വിശപ്പ് നിങ്ങളെ വീട്ടിൽ നിന്ന് പുറത്തെത്തിച്ചു, ثم لم ترجعوا حتى أصابكم هذا النعيم, വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ ഈ അനുഗ്രഹവും ലഭിക്കും. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എന്താണ് വിശപ്പ് കാരണം വീട്ടിൽ നമ്മൾ പുറത്തിറങ്ങിയിട്ടുള്ളത് നമ്മുടെ ജീവിതകാലത്ത്? അള്ളാഹുവിൻ്റെ റസൂലും സഹാബിമാരുമാണ്. അവരോട് ഇത് ചോദിക്കപ്പെടുമെങ്കിൽ മറ്റുള്ളവരുടെ കാര്യം എന്തുകൊണ്ടും വ്യക്തമാണ്. അതുപോലെ ചോദ്യം ചെയ്യപ്പെടാനിരിക്കുന്ന കാര്യങ്ങളിലൊന്ന് കരാറുകളാണ്. അള്ളാഹുവിനോടുള്ള കരാറും അടിമകളോടുള്ള കരാറും. അള്ളാഹു പറഞ്ഞു, വഔഫു ബിൽ അഹ്ദി ഇന്നൽ അഹ്ദ കാന മസ്ഊല, നിങ്ങൾ കരാറുകൾ പാലിക്കുക. കരാറുകളെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നു. അതുപോലെ ചോദ്യം ചെയ്യപ്പെടുന്ന മറ്റൊരു കാര്യം അവനവൻ്റെ കേൾവിയും കാഴ്ചയും ബുദ്ധിയുമാണ്, അല്ലെങ്കിൽ ചിന്താശേഷിയുമാണ്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം ഇന്ന അസ്സംഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. അറിവില്ലാത്ത കാര്യത്തിന് പുറകെ കൂടരുത്. നിന്റെ കേൾവിയും കാഴ്ചയും ഹൃദയവുമെല്ലാം നാളെ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. മുഫസ്സിരീങ്ങൾ ചിലർ പറഞ്ഞു, ലാ തഖുൽ റഅയ്തു വലം തറ, നീ കാണാത്തത് കണ്ടു എന്ന് പറയരുത്. വലാ തഖുൽ സമിഅ്തു വലം തസ്മ, കേൾക്കാത്തത് കേട്ടു എന്ന് പറയരുത്. വലാ തഖുൽ അലിംതു വലം തഅലം, നീ അറിയാത്തത് അറിഞ്ഞു എന്ന് പറയരുത്. അതാണ് ഈ പറഞ്ഞ ചോദ്യം ചെയ്യാൻ, അറിയാത്ത കാര്യം പറയാതിരിക്കുക. അതിൽ തന്നെ ഏറ്റവും ഗൗരവമുള്ള കാര്യങ്ങളിലൊന്നാണ് കാണാത്ത സ്വപ്നം കണ്ടു എന്ന് പറയുന്നത്. കാരണം സ്വപ്നം വഹയിൻ്റെ ഭാഗമാണ്. അതിൽ കളവ് പറയുക എന്നുള്ളത് കൂടുതൽ ഗൗരവമുള്ള കാര്യം.